ഹലോ എല്ലാവർക്കും നമസ്കാരം. വി ജെ കട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ജോബ് അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് +2 അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ സ്റ്റെനോഗ്രാഫറായിട്ട് ജോലി നേടാവുന്നതാണ്. അതിന് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. SSC ആണ് എക്സാമിനേഷൻ വിളിച്ചിട്ടുള്ളത്. SSC സ്റ്റെനോഗ്രാഫർ. ലാസ്റ്റ് ഡേറ്റ് 17 ഓഗസ്റ്റ് 2024 ഏകദേശം 2006 വേക്കൻസീസ് ആണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ കൂടുതൽ വേക്കൻസികളും ഉണ്ടാവാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി നേരത്തെ പറഞ്ഞ പോലെ ഓഗസ്റ്റ് 17 രാത്രി 11 മണി വരെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. സ്റ്റെനോഗ്രാഫറിൻ്റെ ഗ്രേഡ് C-D തസ്തികകളിലേക്കാണ് പരീക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. നമുക്ക് 26/7 തൊട്ടിട്ട് 17/8 വരെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് നമ്മൾ ഓഗസ്റ്റ് 1 ബേസ് ചെയ്തിട്ടാണ് ഏജ് പറയുന്നത്. ഏജ് ഗ്രേഡ് C തസ്തികയിലാണെങ്കിൽ 18 തൊട്ടിട്ട് 30 വയസ്സ് വരെയും, അതേപോലെ തന്നെ ഗ്രേഡ് D തസ്തികയിലാണെങ്കിൽ 18 തൊട്ടിട്ട് 27 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി വരുന്നത്. അതേപോലെ SC, SC, OBC, PWD കാറ്റഗറിക്കാർക്കൊക്കെ മേൽപ്പറഞ്ഞ പോലുള്ള റിലാക്സേഷൻ ഉണ്ടാവും. ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത +2 ആണ്. +2 അല്ലെങ്കിൽ +2 തത്തുല്യമായിട്ടുള്ള ഏത് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാലും അത് അക്സെപ്റ്റഡ് ആണ്. ഇനി ഇത് അപേക്ഷിക്കേണ്ടത് ssc.gov എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ടാണ്. ആദ്യം ആ ഒരു സൈറ്റിൽ കയറുക. ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ അതിൽ തന്നെ ഉണ്ടാവും. അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഡൗൺലോഡ് ചെയ്ത് വായിക്കുക. ഞാൻ എല്ലാം ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ കൃത്യമായിട്ട് അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ssc.gov.in എന്ന് പറയുന്ന സൈറ്റിലാണ് നമ്മൾ കയറേണ്ടത്. അതിൽ 1 ടൈം രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷമാണ് ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൻ്റെ പരീക്ഷാ രീതി 2 ടൈപ്പ് പരീക്ഷകളാണ് ഉള്ളത്. നമ്മളെ കേരളത്തിൽ നടക്കുന്ന പോലെ PSC ആദ്യം ഒറ്റ ടൈപ്പായിരുന്നു, പിന്നെ 2 ടൈപ്പായി, പിന്നീട് വീണ്ടും ഒറ്റ ടൈപ്പിലേക്ക് പോയി. എന്നാൽ ഇത് 2 ടൈപ്പായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഒന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമും അതേപോലെ സ്കിൽ ടെസ്റ്റും. അപ്പോൾ ഒന്നാമത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് സ്കിൽ ടെസ്റ്റ് എഴുതാൻ യോഗ്യത ഉണ്ടാവുക. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം വരുന്നത് ഏകദേശം 200 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, അതായത് നമ്മൾ ഈ ലോജിക്ക് ടൈപ്പ്, മാത്സ് ലോജിക്കൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിന് 50 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്. അതേപോലെ ജനറൽ നോളജ്, ജനറൽ അവെയർനെസ് 50 മാർക്ക് 50 ക്വസ്റ്റ്യൻസ്. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജുള്ള നമ്മളെ ഫ്ലുവൻസി നോക്കാൻ വേണ്ടിയിട്ടുള്ള അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഏകദേശം 100 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 100 മാർക്കും ഉണ്ടാവും. ഇതിലൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഓരോ ചോദ്യത്തിനും കറക്റ്റ് 1 മാർക്കും, അതേപോലെ തന്നെ ഇൻകറക്റ്റ് ആണെങ്കിൽ 1/4 നെഗറ്റീവ് മാർക്ക്, അതായത് ഏകദേശം 1/4 മാർക്ക് നെഗറ്റീവ് മാർക്കായിട്ട് വരും. അപ്പോൾ ഇതിൽ നിങ്ങൾ സ്കിൽ ടെസ്റ്റിന് യോഗ്യത നേടണമെങ്കിൽ 200 മാർക്കിൽ അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ 30% മാർക്ക് വാങ്ങണം. OBC EWS ആണെങ്കിൽ 25%, ഓൾ അതർ കാറ്റഗറീസ് ആണെങ്കിൽ 20%. അപ്പോൾ 200ൻ്റെ 30% എന്ന് പറയുമ്പോൾ ഏകദേശം 60 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആവാം. അതായത് 25% എന്ന് പറയുമ്പോൾ ഏകദേശം 50 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആവാം. 20% എന്ന് പറയുമ്പോൾ 40 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആവാം. പിന്നെ അതിനുശേഷം സ്കിൽ ടെസ്റ്റാണ് ഉണ്ടാവുക. സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ടൈപ്പിംഗ് ടെസ്റ്റാണ്. ടൈപ്പിംഗ് ടെസ്റ്റിൽ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിലെന്ന് പറയുന്നത് ഗ്രേഡ് C കാറ്റഗറിക്കാണെങ്കിൽ 100 വേർഡ്സ് പെർ മിനിറ്റും, ഇതേപോലെ തന്നെ ഗ്രേഡ് D കാറ്റഗറിക്കാണെങ്കിൽ 80 വേർഡ് പെർ മിനിറ്റും ആണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ അപേക്ഷാ ഫീസ് വരുന്നത് 100 രൂപയാണ്. എന്നാൽ സ്ത്രീകൾക്കും അതേപോലെ തന്നെ SC ST, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, എക്സ് സർവീസ്മെൻ ഇവർക്കൊക്കെ ഫീസ് ഇല്ല, ഫ്രീ ആയിട്ട് ചെയ്യാവുന്നതാണ്. അതായത് ഇവിടെ ഫീസ് പേയ്മെൻറ്റ് വരുന്നത് നമുക്ക് ഓൺലൈനായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റും. UPI, നെറ്റ് ബാങ്കിങ്, കാർഡൊക്കെ ഉപയോഗിച്ചിട്ട് മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റും. നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2006 ഒഴിവുകളാണ് നിലവിൽ വന്നിട്ടുള്ളത്. അതിൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എക്സാമിനേഷൻ സെൻറ്ററുകൾ കേരളത്തിലും ഉണ്ട്. കേരളത്തിൽ വരുന്ന 4 സെൻറ്ററുകൾ, 6 സെൻറ്റർ വരുന്നുണ്ട്. എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം. ഇതാണ് സെൻറ്റർ വരുന്നത്. സെൻറ്ററിൻ്റെ കോഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും സമയം കളയാണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. താങ്ക് യു. VJ Cards.